ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം, റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം ഈ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷനും റൊട്ടേറ്ററി മോഷനും തമ്മിലുള്ളൊരു കമ്പാരിസൺ പഠിച്ചു. ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ടേംസിനും കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഓരോ ടേംസ് ഉണ്ട്. നമ്മൾ ഫോഴ്സ് പറയുന്നത് സാധാരണ ലീനിയർ മോഷനിലാണ്. ഒരു ലീനിയർ മോഷൻ ഫോഴ്സ് കൊടുത്ത് ഒരു ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അതുപോലെ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സ് കൊടുത്ത്, അതിപ്പോൾ സപ്പോസ് ഈ പേന ഞാനൊരു ഫോഴ്സ് കൊടുത്ത് ഈ പേന ഇങ്ങനെ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ മോഷനാണ് ഉണ്ടാവുന്നത്, അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇത്ര ആംഗിള് ട്വിസ്റ്റ് ചെയ്യിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു വസ്തുവിനെ ട്വിസ്റ്റ് ചെയ്യിക്കുക, റൊട്ടേറ്റ് ചെയ്യിക്കുക. ദാറ്റ് റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് ഈസ് ദി റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ടോർക്കിന് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നും പേര് പറയും. ടോർക്ക് ടോ എന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോ. ഈ മൊമെന്റ് എന്ന പദം ലീനിയർ മോഷനെയും റൊട്ടേഷണൽ മോഷനെയും കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചു. ഈ വെറും ഇനേർഷ്യ എന്ന് പറയുന്ന ഇനേർഷ്യ ഇസ് എ മെഷർ ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിന് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഇനേർഷ്യ അല്ലെങ്കിൽ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ടേം ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ലീനിയർ മോഷൻ. അപ്പൊ ഈ മൊമെന്റ് എന്ന് പറയുന്ന പദം ലീനിയർ മോഷനെയും റൊട്ടേഷണൽ മോഷനെയും കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫോഴ്സ്. ഫോഴ്സ് ലീനിയർ മോഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ടേം ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്. ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഡെഫിനിഷൻ പറയാം. ടോർക്ക്, വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഈസ് ദി റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്. പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഞാൻ അതിന് ഈ പേന ഞാൻ ഈ ആക്സിസിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ പേനയുടെ ലെങ്ത് ഇവിടെ ഞാൻ ഈ സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ പേനയെ ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ഈ പേനയുടെ ലെങ്ത് 6. പിന്നെ ഞാൻ എവിടെയാ ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ എവിടെയാ പേനയുടെ ഏത് പോയിന്റിലാണ് ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെയാണോ അതോ ഇങ്ങേറ്റത്താണോ? അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പേന ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ 6 എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പൊ ഈ 6ഉം ഫോഴ്സും തമ്മിലുള്ള ആംഗിള് തീറ്റ. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ പേനയിൽ ഞാൻ ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാ. പേനനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങനെ ഇപ്പൊ ഇവിടെ പെർപെൻഡിക്കുലറാ അല്ലെ? 6ഉം ഫോഴ്സും ഞാൻ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തും റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇങ്ങനെ പാരലൽ ആയിട്ട് കൊടുത്താല് ഫോഴ്സ് അങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ദർ ഇസ് നോ ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ടോർക്കിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ, അതായത് ഈ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് താഴേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വരയ്ക്കാം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന്, ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിക്സഡ് പോയിന്റ് ഇതിനെ ബേസ് ചെയ്താണല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്, പേന റൊട്ടേറ്റ് ചെയ്യുന്നത്. O എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് ഇവിടെ A എന്നും കൊടുത്തു, ഇവിടെ B എന്നും കൊടുത്തു. അങ്ങനെയാണ് ഈ OA ആണ് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ടോർക്കിന്റെ ഡെഫിനേഷൻ? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്കിപ്പോ ഈ സൈൻ തീറ്റ എടുത്ത്
സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഒ എ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ വാട്ട് ഈസ് സൈൻ തീറ്റ? ഈ ട്രയാങ്കിൾ എടുത്താൽ ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ വാട്ട് ഈസ് സൈൻ തീറ്റ ഈക്വൽ ടു ഒ എ ബൈ ഒ ബി. ഒ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഇത് റൈറ്റ് ആംഗിൾ ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഒ ബി എന്ന് പറയുന്ന സൈഡാണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒ എ ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ ബി. ഒ ബിക്ക് നമുക്ക് ആർ എന്ന് എഴുതാം. അപ്പോൾ ഒ എ ബൈ ആർ എന്ന് വരും, അല്ലെങ്കിൽ ഒ എ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ അല്ലെ. ഒ എ ഇസ് ഈക്വൽ ടു ഒ എ അവിടെ തന്നെ നിൽക്കുന്നു, ആറിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഒ എ നമുക്ക് ആർ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഫോഴ്സിന് ഇപ്പൊ നമുക്ക് ബാക്കി ചെയ്യാം. ഫോഴ്സിന് എഫ് എന്ന് കൊടുക്കുന്നു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ എ ആണ്. ഒ എ ഇസ് ഈക്വൽ ടു അപ്പോൾ എഫ് ഇൻറ്റു ഒ എ, എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ. നമ്മൾ നേരത്തെ വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബിയുടെ ക്രോസ് പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഇവിടെ രണ്ട് വെക്ടേഴ്സ് എഫും ആറും. ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വെക്ടർ, ആർ എന്ന് പറയുന്ന ആ ഡയറക്ഷനിലുള്ള വെക്ടർ. അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ആറും എഫും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാ വരിക? ആർ എഫ് സൈൻ തീറ്റ അല്ലെങ്കിൽ ആർ ക്രോസ് എഫ് എന്ന് വരും. അപ്പൊ ഇവിടെ ഈ ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഈ ടോർക്കിനെ എങ്ങനെ എഴുതാം? ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് എഴുതാം വെക്റ്റർ ഫോമിൽ. അപ്പൊ ടോ ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഓർക്കുക, ഇത് തിരിച്ചെഴുതാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു എഫ് ക്രോസ് ആർ. അങ്ങനെ എഴുതുമ്പോൾ മൈനസ് സൈൻ വരും. അപ്പൊ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. ഇനി വാട്ട് ഈസ് ഇക്വേഷൻ, സോറി, യൂണിറ്റ് ഫോർ ടോർക്ക്. യൂണിറ്റ് എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെത് മീറ്റർ. സോ യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. ഡയമെൻഷൻ എന്താ വരിക? ഫോഴ്സിൻ്റെത് എം എൽ ടി റേസ് ടു -2, ഡിസ്റ്റൻസിൻ്റെത് എൽ. അപ്പോൾ എം എൽ ടി റേസ് ടു -2ന്റെ കൂടെ ഒരു എല്ലും കൂടെ വരും, അതായത് എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ദി ഡയമെൻഷൻ ഓഫ് ടോർക്ക്. നമുക്ക് ഇതിന്റെ പല കേസുകൾ നോക്കാം. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ആർ എഫ് സൈൻ തീറ്റയാണ്. ഈ സൈൻ തീറ്റയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച് ടോർക്ക് വ്യത്യാസം വരും. ഓൾസോ ഈ ആറിന്റെ വാല്യൂ മാറുന്ന അനുസരിച്ചും വ്യത്യാസം വരും. നമുക്കറിയാം, ഈ നമ്മൾ ആദ്യം പിടിച്ച ആ പേന നോക്കുക, പേനയുടെ എവിടെ പിടിച്ച് ഫോഴ്സ് കൊടുത്താലായിരിക്കും മാക്സിമം ടോർക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു വാതിലൊക്കെ തള്ളി നമ്മൾ തുറക്കുമ്പോൾ വാതിലിന്റെ ഈ അറ്റത്ത്, ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നതെങ്കിൽ ഈ അറ്റത്ത് ഫോഴ്സ് കൊടുക്കുമായിരിക്കും അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇങ്ങനെ അറ്റത്ത് ഫോഴ്സ് കൊടുത്താൽ അതിന് ഇഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ ടേണിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടോർക്ക് വിൽ ബി മാക്സിമം വെൻ ആർ ഈസ് മാക്സിമം. അത് ആ ഇക്വേഷനിൽ നിന്നും അണ്ടർസ്റ്റുഡ് ആണ്. ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ആറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടും. പിന്നെ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് രണ്ട് കണ്ടീഷൻ നോക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ 0യുടെ വാല്യൂ 0, അന്നേരം ടോർക്കിന്റെ വാല്യൂ 0. അതായത് നമ്മള് ഇതിന് പാരലൽ ആയിട്ട് തന്നെ, അതായത് ഫോഴ്സ് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല. അതാണ് അത് മീൻ ചെയ്യുന്നത്. ആറിന് പാരലൽ ആയിട്ട് തന്നെ ഫോഴ്സ് വരുമ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആവും, ടോർക്ക് ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ടോർക്ക് മിനിമം ആവും. എപ്പോഴാണ് അപ്പോൾ ടോർക്ക് മിനിമം ആവുന്നത്? വെൻ തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, ഇനി വെൻ ഡസ് ദിസ് ടോർക്ക് ബിക്കം മാക്സിമം? മാക്സിമം ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ 90 ഡിഗ്രി ആവും. സൈൻ 90യുടെ വാല്യൂ 1 വരും. അപ്പൊ ടോ എത്രയാവും? ആർ എഫ് സൈൻ തീറ്റയില് ടോ ഈക്വൽ ടു ആർ എഫ് എന്ന് വരും. അപ്പൊ ടോർക്ക് ബിക്കംസ് മാക്സിമം. അപ്പം വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്? ആർ എഫ്. ആൻഡ് വെൻ ഡസ് ദിസ് ടോർക്ക് ബിക്കം മാക്സിമം? വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, അല്ലെങ്കിൽ വെൻ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ഡിസ്റ്റൻസ് ആർ. ഓക്കെ,
ഇനി നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷനും ഇതേപോലെ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഇത് നമ്മൾ ഇവിടെ ഈ ക്യാപ്പ് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ഈ ക്യാപ്പ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ടു ദി സർക്കിൾ അല്ലെ. സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇത്. ഇവിടെ ആർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇവിടെ നിന്ന് ഈ ഫിക്സഡ് ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ വരച്ച ഈ വസ്തു ഇവിടെ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ അതിന്റെ വെലോസിറ്റി വി യു ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മൊമെന്റം എത്രയാണ്? പി ഈസ് ഈക്വൽ ടു എം വി. മൊമെന്റം പി ഈസ് ഈക്വൽ ടു എം വി. അപ്പൊ ഈ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ടേം എന്താണ്? ആംഗുലാർ മൊമെന്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നമുക്ക് മൊമെന്റ് എന്ന ടേം വെച്ചും കണക്ട് ചെയ്യാം. അപ്പൊ മൊമെന്റ് എന്ന ടേം വെച്ച് കണക്ട് ചെയ്ത് പറയുമ്പോൾ ആംഗുലാർ മൊമെന്റത്തിന് മറ്റൊരു പേരുണ്ട്, മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. So angular momentum is also called moment of linear momentum. Oh, what is angular momentum? It is the momentum of a rotating body. Or rotating in the object in the momentum rotational momentum alle angular momentum എന്ന് പറയുന്നത്. angular momentum L ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. L ലെറ്റർ വെച്ച്. ഇനി ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ P is equal to mass into velocity ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാസിന് പകരം നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഉപയോഗിക്കണം. V വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി ഒമേഗ ഉപയോഗിക്കുമ്പോൾ ആംഗുലർ മൊമെന്റം L is equal to I ഒമേഗ എന്ന ഇക്വേഷൻ കിട്ടും. ഓൾസോ ആംഗുലർ മൊമെന്റം ലീനിയർ മൊമെന്റവും തമ്മിലുള്ള കണക്ഷൻ L is equal to R cross P എന്ന് വരും. നമ്മൾ ടോയുടെ ഇക്വേഷൻ എഴുതിയല്ലോ. ടോ എന്ന് പറയുന്ന R cross F ആണ്. ഇതിന് സിമിലർ ആയിട്ട് ഇതുപോലെ തന്നെ L is equal to angular momentum is equal to R cross P. അല്ലെങ്കിൽ R cross MV എന്ന് എഴുതാം. R cross MV. അവിടെ മാസ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ നമുക്ക് M into R cross V എന്ന് വേണമെങ്കിൽ എഴുതാം. So this is the equation connecting linear momentum and angular momentum. എന്താണത്? L is equal to R cross P അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? അതിന്റെ വെക്റ്റർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് L is equal to RP sin theta. അപ്പോൾ angular momentum is also a vector quantity. നമുക്ക് ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റിലേഷൻ ഡിറൈവ് ചെയ്യാം. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. എന്താണ് ഇക്വേഷൻ? ടോർക്കും ആംഗുലർ മൊമെന്റവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫോഴ്സും ലീനിയർ മൊമെന്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നോക്കാം. നമുക്ക് സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം F is proportional to rate of change of momentum. External force is proportional to rate of change of momentum of the body. F is proportional to dp by dt. അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ആ കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് F is equal to dp by dt since k is equal to 1. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ഇക്വേഷൻ ആണ്. Fന് പകരം ടോർക്ക്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. And P linear momentum പകരം angular momentum. So we can write tau is equal to dl by dt. അപ്പോൾ ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ tau is equal to dl by dt ആണ്. അത് എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. We are starting from equation connecting angular momentum and linear momentum. L equal to R cross P എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്.
ഓക്കെ, ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻസിയേഷൻ നമുക്ക് പരിചയമില്ല, അതുകൊണ്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ടേംസാ ഉള്ളത്, ആറും ഉണ്ട് പിയും ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ക്വാണ്ടിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓർക്കുക, ആറും പിയും എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ പാടില്ല. ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആദ്യത്തെ ഡിഫറൻഷ്യൽ ഫോം എഴുതി ഇൻറ്റു രണ്ടാമത്തെ അതുപോലെ തന്നെ എഴുതി പ്ലസ് ആദ്യത്തെ ആർ അതുപോലെ തന്നെ എഴുതുക ക്രോസ് ഡി പി ബൈ ഡി ടി. ഇങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഫോം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ആണെങ്കിൽ നമ്മൾ എയുടെ ഡിഫറൻഷ്യൽ ഫോം എഴുതുക ക്രോസ് ബി പ്ലസ് എ അതുപോലെ തന്നെ എഴുതുക ക്രോസ് ബിയുടെ ഡിഫറൻഷ്യൽ ഫോം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എഴുതുക. ഇപ്പോൾ എല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലിന്റെ ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ റൈറ്റ് സൈഡ് നമുക്കൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റിന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് ടേംസ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിന്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതുക ക്രോസ് രണ്ടാമത്തത് പ്ലസ് ആദ്യം എഴുതിയതിന്റെ അതേപോലെ തന്നെ ആദ്യം ഇപ്പൊ ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എഴുതിയിട്ട് പിന്നെ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. രണ്ടിന്റെ ഡിഫറൻഷ്യൽ ഫോം വേറെ വേറെ എഴുതണം. ഒരെണ്ണം ഡിഫറൻഷ്യൽ ഫോം എഴുതുമ്പോൾ മറ്റത് അതുപോലെ തന്നെ നിലനിർത്തുന്നു. എന്നിട്ട് ആദ്യത്തേനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് രണ്ടാമത്തേന്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്താന്ന് നോക്കാം. ഡി ആർ ബൈ ഡി ടി, ആർ എന്ന് പറയുന്ന പൊസിഷൻ ആണ്, ചേഞ്ച് ഓഫ് പൊസിഷൻ ബൈ ടൈം ആണ് ഡി ആർ ബൈ ഡി ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ വെലോസിറ്റിയാണ് വി ക്രോസ്. ഓക്കെ, പി എന്ന് പറയുന്നത് വീണ്ടും മാസ് ഇൻറ്റു വെലോസിറ്റി എം വി എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. വാട്ട് ഈസ് ഡി പി ബൈ ഡി ടി? ഫ്രം സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? അപ്പോൾ ഡി പി ബൈ ഡി ടിക്ക് നമുക്ക് എഫ് എന്ന് എഴുതാം. ഇവിടെ നോക്കുക, വി ക്രോസ് എം വി. ഇവിടെ എം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, എം ഇൻറ്റു വി ക്രോസ് വി എന്ന് വരും ഇവിടെ. സോ വി ക്രോസ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു 0. സെയിം വെക്ടറിന്റെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് വരുമ്പോൾ 0. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ സെയിം വെക്ടർ തീറ്റ എത്രയാവും? 0 വരും. തീറ്റ 0 വരുമ്പോൾ വെക്ടർ പ്രോഡക്റ്റ് 0 ആവും. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0. ബാക്കി ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോ. നമുക്ക് എന്ത് കിട്ടി? ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടി.